സംഭവിച്ചിട്ടുണ്ട്. ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നു പറഞ്ഞു ഞാൻ. ശനിയുടെ മാറ്റം, രാഹുവിന്റെ മാറ്റമൊക്കെ. സോ കെമിക്കൽ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ അതുപോലെ തന്നെ മുങ്ങി നടക്കുന്ന കുറേ പേരെ പൊക്കിയെടുക്കും. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട്, മെയ് മാസത്തിലൊക്കെ യുദ്ധവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ. ഇനി ഈ മാസം അവസാനം ചെന്നൈ പോലുള്ള സ്ഥലത്ത് ചെറിയ മഴകൾ. യുദ്ധം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടു നിന്നാലും യുദ്ധം ഉണ്ടാവില്ല എന്ന് നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയിൽ പറഞ്ഞു. അതേപോലെ തന്നെ യുദ്ധം ഉണ്ടായില്ലല്ലോ, അതാ പറഞ്ഞത്. നിങ്ങൾ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറയണ്ടായിരുന്നു. പക്ഷെ ഞാൻ എവിടെയെന്നൊക്കെ പറഞ്ഞുതരാം എല്ലാവരും എത്തട്ടെ. അപ്പൊ യുദ്ധം ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എല്ലാം യുദ്ധം തുടങ്ങിയല്ലോ, യുദ്ധം ആരംഭിച്ചു. ഞാൻ പറഞ്ഞു എന്താരംഭിച്ചത് യുദ്ധം അവിടെ സ്റ്റോപ്പ് ചെയ്യും, നിൽക്കും. നമ്മൾ പറഞ്ഞതാ. ഓക്കെ, ഇനിയും പ്രശ്നങ്ങൾ വരും. വൈറസ് വരുന്നുണ്ട് കേട്ടോ, വൈറസ് വരുന്നുണ്ട്, കുറെ പ്രശ്നങ്ങൾ ഇനി വേറെ വരുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ യുദ്ധം അവിടെ സ്റ്റോപ്പോ, അതങ്ങനെ തന്നെ. പിന്നെ രാജ്യങ്ങൾ വിഭജിക്കുക, അതൊക്കെ നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്. രാജ്യങ്ങൾ വിഭജിക്കുക, ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെയാണ് ഇനി നടക്കാൻ പോണത്. വലിയ സുനാമികൾ, ഭൂകമ്പങ്ങൾ, കടലിൽ ഭൂകമ്പം, സുനാമി, കപ്പലിൽ തീപിടിക്കുക, കപ്പൽ പൊട്ടുക, കപ്പൽ തകര, കപ്പലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. വൈറസ് എന്ന് വരുന്നൊക്കെ ഞാൻ പണ്ട് പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ വൈറസ് വരുന്നത്, ഇപ്പോൾ ഒരു വൈറസ് ഏകദേശം ഒരു 2-3 മാസത്തിനുള്ളിൽ തന്നെ വൈറസ് പൊട്ടി പുറപ്പെട്ട് ഇപ്പോൾ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട് ലോകം മുഴുവൻ. അപ്പോൾ അങ്ങനെ വരും. അതിനുശേഷം പിന്നെ വലിയ വൈറസ് 2026 വലിയ വൈറസ് വരുന്നത്. ഇപ്പോൾ 2-3 മാസത്തെ ഗ്യാപ്പ് അതിനുള്ളിൽ തന്നെ ന്യൂസിലൊക്കെ വരും. കാരണം ഓൾറെഡി വൈറസ് വന്നു കഴിഞ്ഞ് അത് കണ്ടെത്തി പിടിച്ച് വരുമ്പോൾ സമയം കുറെ പിടിക്കും. ഓക്കെ, 2026 വൈറസ് വരും. മുങ്ങി നടക്കുന്നവരൊക്കെ മുങ്ങി നടക്കുന്നവരെ പൊക്കെന്ന് മനസ്സിലായോ? അതായത് ഇന്ത്യയിൽ നിന്ന് കടം പിടിച്ചതൊക്കെ മുങ്ങി നടക്കില്ലേ, അങ്ങനെ കുറെ പേര് അവരൊക്കെ പിടിച്ച് പൊക്കുന്ന സമയമായിട്ടുണ്ട്. പിന്നെ മന്ത്രിമാർക്ക് പ്രശ്നങ്ങൾ, ഇപ്പൊ സിനിമാ നടന്മാർക്ക് അസുഖങ്ങളൊക്കെ വരുന്ന ന്യൂസ് വന്നില്ലേ? അത് രാഹുവിന്റെ കർമ്മയുമായി ബന്ധപ്പെട്ട